നമസ്കാരം. തിരുവാതിര നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം വരെയുള്ള ഫലത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം കൂടെയും കണ്ടകശനിയുള്ള കാലങ്ങളൊക്കെയാണ്. കന്നിമാസം വരുമ്പോൾ കന്നിമാസത്തിൽ വരുമ്പോഴേക്കും തിരുവാതിര നക്ഷത്രക്കാർ 4-ാം ഭാവത്താണ് ആദിത്യം വരുന്നത്. അപ്പോൾ കുടുംബപരമായ സ്വസ്ഥക്കുറവ്, സമാധാനക്കുറവ്, വീട്ടിലൊരു കലഹം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അഭയം പ്രാപിക്കുന്നതിനാണ് മഹാദേവനെ തന്നെ പ്രാർത്ഥിക്കാം. മഹാദേവ ക്ഷേത്രത്തിൽ പോവുക, തൊഴുക. ശനിയാഴ്ചകൾ, തിങ്കൾ, ശനി, വെള്ളി ഈ ദിവസങ്ങളിലൊക്കെ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ്. കുടുംബകലഹം വരാതിരിക്കാൻ, കുടുംബത്തിൽ ഐക്യമുണ്ടാവാൻ, പ്രദോഷ ദിവസം ധാര നടത്തുക. പ്രദോഷ ദിവസം വൈകിട്ട് മഹാദേവന് വളരെയധികം വിശേഷമുള്ള ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത്. പ്രദോഷത്തിലാണെങ്കിൽ സകല ദേവാദിദേവന്മാരും മഹാദേവൻ്റെ അടുത്ത് വരികയും മഹാദേവൻ നൃത്തം ചവിട്ടുന്ന ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത്. ആ ദിവസം ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ധാര നടത്തിയാൽ വളരെയധികം നല്ലതാണ്. വളരെയധികം ഐക്യവും സന്തോഷവും ഉണ്ടാവും. തിരുവാതിരകൾ എല്ലാവർക്കും നല്ലതാണ്. തിരുവാതിര നക്ഷത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ തുലാമാസത്തെ പറ്റി പറയുകയാണെങ്കിൽ 5-ലാണ് ആദിത്യം വരുന്നത്. ആദിത്യൻ 5-ൽ വന്നാൽ മനപ്രയാസം, കുട്ടികളെ കൊണ്ട് വിഷമം. മാത്രമല്ല, തുലാം എന്ന് പറയുമ്പോൾ ആദിത്യൻ നീചമായ ഒരു സ്ഥലമാണ്. അപ്പം ആ നീചമായ സ്ഥലത്ത് ആദിത്യം വരുമ്പോൾ മാനസികമായി കുട്ടികളെ കൊണ്ടും മനസ്പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. മഹാദേവനെ പ്രാർത്ഥിക്കും. മഹാദേവനെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നമശിവായ മന്ത്രം ദിവസവും രാവിലെയും വൈകുന്നേരം ജപിക്കുകയും നിരന്തരമായി ജപിക്കുകയും രാമ ജപിക്കുകയും ഒക്കെ ചെയ്താൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം ഉണ്ടാവും. വൃശ്ചിക മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. വൃശ്ചിക മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6-ലാണ് ആദിത്യൻ. വളരെ നല്ലതാണ്. വളരെ മനപ്രയാസമുള്ള സമയം ഒക്കെയാണ്. ശബരിമല സീസണമാണ്. ശബരിമലയ്ക്കൊക്കെ പോവാം. അപ്പോൾ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടൊക്കെ മാറും. ശബരിമല ദർശനം ചെയ്യുമ്പോൾ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. കണ്ടകശനിയുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് മഹാദേവൻ, ഗണപതി, സുബ്രഹ്മണ്യം ഇവരെയൊക്കെ പ്രാർത്ഥിച്ചാലൊക്കെ ദോഷങ്ങളൊക്കെ മാറും. ഹനുമാൻ ഇവരെയൊക്കെ പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ മാറും. ധനുമാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ധനുമാസം എന്ന് പറയുമ്പോൾ അവർക്ക് 7-ാം ഭാവമാണ്. 7-ാം ഭാവം ഭാര്യയ്ക്ക് അസുഖം, ഭാര്യയുടെ ബുദ്ധിമുട്ട്, ഭാര്യ പ്രശ്നങ്ങൾ, കുടുംബകലഹങ്ങൾ ഇതെല്ലാം വരാനുള്ള കാലമാണ്. ഉടനെ വെള്ളിയാഴ്ച തോറും ഈ കാലഘട്ടത്തിൽ ഒരു മാസം വെള്ളിയാഴ്ച തോറും മഹാദേവൻ ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ രണ്ടുപേരുടെയും പേരിൽ ഭാര്യയും ഭർത്താവിൻ്റെ പേര് ഐക്യപത്തി പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ ഈ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് സമാധാനം ഉണ്ടാവും. അൺനെസറി കലഹങ്ങളൊക്കെ ഒഴിവായി കിട്ടുന്നതിന് നല്ലതാണ്, വളരെ നല്ലതാണ്. മകരമാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്ത് സംഭവിക്കാം? അഷ്ടമത്തിലാണ് ആദിത്യൻ. അത് വലിയ ദോഷമില്ല. പക്ഷേ ശത്രുക്ഷേത്രത്തിലായതിനാൽ കുറച്ച് അസ്വസ്ഥതകളും കാലുവേദന, മുട്ടുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. മഹാദേവന് ധാരാപിൻ വിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, പക്കപ്പറവ് നടത്തിയാൽ ഈ ബുദ്ധിമുട്ടുകൾ മാറും. കണ്ടകശനി ഓൾറെഡി ഉള്ളതുകൊണ്ട് അവരെല്ലാ ശനിയാഴ്ചയും ധാരാപിൻ വിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ശാസ്ത്രഭജനം നടത്തുകയും ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. കുംഭമാസം തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുംഭമാസം എന്ന് പറയുമ്പോൾ അവർക്ക് 9-ലാണ് ആദിത്യൻ. അത് പിതാവിന് ബുദ്ധിമുട്ട്, പിതാവായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. പിതാവിൻ്റെയും മകൻ്റെയും അല്ലെങ്കിൽ മകളുടെയും പേരിൽ ഐക്യമതി പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ ആ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. മീനമാസം എന്ന് പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രം നല്ലതാണ്. അവർക്ക് കർമ്മത്തിലാണ് ആദിത്യൻ. ഗവൺമെൻറ് ജോലി കിട്ടണോ, സർക്കാർ തരത്തിലുള്ള ആനുകൂല്യം കിട്ടണോ, സർക്കാരിൻ്റെ അനുഭവങ്ങൾ കിട്ടാനും എല്ലാം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മേടമാസം എന്ന് പറയുമ്പോൾ 11-ലാണ് ആദിത്യൻ. ആദിത്യനെക്കുറിച്ച് വളരെ നല്ല കാലങ്ങൾ, നല്ലതാണ്, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇടവമാസം എന്ന് പറയുമ്പോൾ 12-ലാണ്. ഇടവമാസത്തിൽ വ്യാഴം 2-ലേക്ക് വരും. വ്യാഴം കർക്കിടകത്തിൽ ഉച്ചത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായ ഉന്നതികളും സാമ്പത്തിക ആനുകൂല്യങ്ങളും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹവും, വീട് വയ്ക്കാൻ യോഗങ്ങളും, സർക്കാർ തലത്തിലോ അല്ലാതെ ജോലി കിട്ടാനുള്ള യോഗവും, വിദേശവാസത്തിൽ പോകുന്നവർക്ക് വിദേശത്ത് പോകാനും എല്ലാം നല്ലൊരു സമയമാണ് ഇടവമാസം എന്ന് പറയുന്ന തിരുവാതിര നക്ഷത്രക്കാരെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. മിഥുനമാസം എന്നുള്ള ആ രാശി തന്നെയാണ്. വാരാശി തന്നെ ആദിത്യം വരുമ്പോൾ ശിരോരോഗം, തലവേദന, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. മഹാദേവൻ ധാര പിൻവിളക്ക് പുഷ്പാഞ്ജലി ചെയ്താൽ മതി. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ 2-ാം ഭാവത്താണ് ആദിത്യം വരുന്നത്. സംസാരം കൊണ്ട്, വാക്കുകളുടെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. സംസാരം നടത്തുമ്പോൾ പ്രത്യേകം ആലോചിച്ച് 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ഒരു വാക്കും നമ്മൾ പറയാനായിട്ട്. ഇതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഫലം കാണുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹുവിനെ കൊണ്ട്, രാഹു എന്ന് പറയുമ്പോൾ 9-ലാണ് രാഹു.
9 രാഹു ആയതുകൊണ്ട് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ, കാലുവേദന, കൈവേദന, ബുദ്ധിമുട്ടുകൾ, ധനസംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശനി പറയുകയാണെങ്കിൽ കണ്ടകശനിയാണ്. കണ്ടകശനി ജോലി, അവിചാരിതമായ ജോലി നഷ്ടപ്പെടുക, ഈ സമയത്ത് ജോലി മാറാതിരിക്കുകയായിരിക്കും നല്ലത്. ഇതെല്ലാം അറിയണമെങ്കിൽ ദശാപഹാര ചിത്രങ്ങൾ എന്താണെന്നും ആ അപഹാരകാലങ്ങളിൽ ദശാസന്ധി ഉണ്ടോ, അങ്ങനെ ദശ മാറുന്ന ഒരു ദശ അവസാനിക്കുമ്പോഴും ഒരു ദശ ആരംഭിക്കുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ ആ ദശ അവസാനിക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. ദശ ആരംഭത്തിനും ദശാവസാനമാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരുടെ ജാതകം നോക്കിയിട്ട് രണ്ടുപേർക്കും വരുന്ന ദശ അവസാനിക്കുന്ന സമയത്ത് മഹാദേവന് മൃത്യുഞ്ജയ ഹോമം ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. നാഗക്ഷേത്രങ്ങളിൽ ബുധൻ ഞായർ ദിവസങ്ങളിൽ നെയ്ദീപം കത്തിച്ചാൽ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ബുധൻ ഞായർ ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുക. നാഗക്ഷേത്ര ദർശനവും നാഗക്ഷേത്ര വഴിപാട് കഴിക്കുന്നതും ആയില്യപൂജ കഴിക്കുന്നതും ഇവരെ സംബന്ധിച്ചോളം വളരെയധികം നല്ല കാര്യമാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരാൻ സാധിക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രങ്ങൾ ജാഗ്രതയായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അവർക്ക് സക്സസ് ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.